ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് ഒരു ഫുഡ് കഴിക്കുന്ന വീഡിയോ ആണ്. അത് ചെയ്യാൻ കാരണം ഒരു വെറൈറ്റി ഫുഡാണ് കേട്ടോ. നമ്മൾ മസാല ദോശ എല്ലാവരും കഴിച്ചിട്ടുള്ളതായിരിക്കും. ഒട്ടുമിക്ക ആൾക്കാരും മസാല ദോശ കഴിച്ചിട്ടുള്ളതായിരിക്കും. പക്ഷേ ഞാനിത് ഞാനിപ്പം കുറേ പ്രാവശ്യം കഴിച്ചു. എങ്കിലും അത് ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് അത് എല്ലാവരും അത് അറിയട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് ചെയ്തതേ. സംഭവം മസാല ദോശ, വെറൈറ്റി മസാല ദോശയാണ് ഇവിടെ കേട്ടോ. ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് സംഭവം ഇങ്ങനെ കാണുന്നത്. കുറേ നാളായി ഇവിടെ തുടങ്ങിയിട്ട്. ഞാൻ 3-4 പ്രാവശ്യം ഇവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട്. ഇവിടെ വെച്ചാൽ കല്ലുമ്മക്കായ, കക്ക, ബീഫ്, ചിക്കൻ, അങ്ങനെ പലതരം മസാല ദോശകൾ. അങ്ങനെ മീനിൻ്റെ തന്നെ പലതരത്തിലുള്ള ഉണ്ട് മസാല ദോശ. നമ്മളറിയുന്ന നമ്മുടെ സുഹൃത്തിൻ്റെ കടയാണ്. ഇത് വൈകിട്ടാണ് ഇവിടെ തുടങ്ങുന്നത്. അപ്പോൾ മസാല ദോശ, നമ്മുടെ ഈ ദോശ അങ്ങോട്ട് നിരത്തിയിട്ട് അതിനകത്ത് ഈ കല്ലുമ്മക്കായ, ഇപ്പോൾ ഈ കാണുന്നത് കല്ലുമ്മക്കായ വെച്ചുണ്ടാക്കുന്ന മസാല ദോശയാണ്. കല്ലുമ്മക്കായ മസാലയും അതും ഇതെല്ലാം പുരട്ടി അവർ വെച്ചിരിക്കും. നമ്മൾ ചെന്ന് ഓർഡർ ചെയ്യുമ്പോൾ അവർ അതെടുത്ത് ഈ ദോശയിലോട്ട് വെച്ച് അത് റെഡിയാക്കി തരികയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പലതരത്തിലുള്ള ഫുഡുകളുണ്ട് ഇവിടെ. ഈ മസാല ദോശയുടെ തന്നെ പല വെറൈറ്റി സംഭവങ്ങൾ ഉണ്ട് ഇവിടെ. നമ്മുടെ ഒരു സുഹൃത്താണ് പുള്ളി. ഹോട്ടലുകൾ പല രീതിയിലൊക്കെ നടത്തിയിട്ടുള്ളത്. നേരത്തെ വേറെ തരത്തിലൊക്കെ ഹോട്ടലുകൾ നടത്തി. ഇപ്പോൾ ഇവിടെ കുറച്ച് നാളായി തുടങ്ങിയിട്ട്. ഇവിടെ നല്ല തിരക്കാണ്. വൈകിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 11-12 മണി വരെ നല്ല തിരക്കാണെങ്കിൽ അതിന് മുമ്പേ തീരും. പിന്നെ പെട്ടെന്ന് ശരിയാക്കി എടുക്കാൻ പറ്റാത്ത ഒരു വിഭവമായതുകൊണ്ട് അവർ വീണ്ടും റെഡിയാക്കാൻ പാടാണ്. അതുകൊണ്ട് സന്ധ്യയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ എല്ലാ ഫുഡും കിട്ടും. പിന്നെ നമ്മളിപ്പോൾ ഓർഡർ ചെയ്തത് പ്ലെയിൻ ദോശയാണ്. പ്ലെയിൻ ദോശ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർ നല്ല രീതിയിൽ അത് കഴിക്കുകയും ചെയ്യും. സാമ്പാറും അതിൻ്റെ ചട്നിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നല്ല ടേസ്റ്റാണ്. ഇവിടെ വരേണ്ട ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ കൊല്ലം ചവറ ഇടപ്പള്ളിക്കോട്ടയിൽ നിന്നും പന്മന ആശ്രമം റോഡിലാണ്. കുരീത്ര ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പായിട്ടാണ് ഇത് ലൊക്കേഷൻ ഇതിൻ്റെ. അതുപോലെ തേവലക്കര ഭാഗത്തു നിന്ന് വരുമ്പം കുരീത്ര ജംഗ്ഷൻ കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ലൊക്കേഷൻ. ഓക്കെ.